തിരുവനന്തപുരത്ത് മാളിൽ ഉണ്ടായ SFI മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇടിവലയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന് FIR-ൽ പറയുന്നു. മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതായിരുന്നു അന്വേഷണം. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചു. പോലീസിന്റെ നടപടിയിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തമാണ്. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, ഈ മാളിലിട്ട് വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു പോലീസുകാരന് മുൻപ് ചെയ്തതിനെ ന്യായീകരിക്കുന്നു ഒന്നുമില്ല. പിന്നെ പോലീസുകാർ ചെയ്താൽ പോലീസുകാരെ പുറത്ത് യൂണിഫോം ഇല്ലാതെ കിട്ടുമ്പോൾ അടിക്കലാണോ SFIക്കാരുടെ ജോലി? അപ്പോൾ അതൊരു എന്ത് തരം പ്രവൃത്തിയാണ് എന്ന് അറിയണം. ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി, മറ്റേയാൾ എതിരെ കേസെടുത്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഈ ഇടിക്കുന്ന ദൃശ്യങ്ങൾ ചേർത്ത് വലിയ രീതിയിൽ ഈ SFI DYFI പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ വീഡിയോകൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ ഭാഗമായാണ് ആ പോലീസുകാരൻ അത്തരത്തിൽ ഇവരെ ആക്രമിച്ചത്. അതൊരു വൈരാഗ്യമായി വെക്കുകയും കൃത്യമായി ആസൂത്രണം ചെയ്ത മോളിലെത്തി കുടുംബസമേത അനിയത്തിയായാണ് അദ്ദേഹം മോളിലേക്ക് എത്തുന്നത്. അവിടെ എത്തി വലിയ രീതിയിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടത്. സ്വയരക്ഷാർത്ഥം അത്തരത്തിൽ ഇടിവള ഉപയോഗിച്ചു എന്നത് തന്നെയാണ് പോലീസുകാരന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ സേനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷം ഉയരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് ഉയർന്നു വന്ന ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ ഭാഗമായാണ് പിന്നീട് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. 2 പേരെ, സുർജിത്ത് വിനയ് എന്ന 2 പേരെ ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ മജിസ്ട്രേറ്റ് പോലീസിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കാര്യത്തിന് എന്തിനാണ് ഇത്തരത്തിൽ കോടതിയിലേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ പോലീസിന് കേസെടുത്തതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഇടിവള ഉപയോഗിച്ച് മർദ്ദിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് എന്നൊരു വിശദീകരണം കൂടി നൽകുകയാണ്. എന്തായാലും ഈ അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ച ഈ സാഹചര്യത്തിൽ വലിയ രീതിയിൽ പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം ഉയരുന്ന പശ്ചാത്തലമുണ്ട്. കൃഷ്ണരാജ്, തീർച്ചയായും എന്തായാലും അതിൽ ഒരു നിർണായക തീരുമാനമാണ് FIR. ഇപ്പൊ അങ്ങനെയല്ലോ. ഇപ്പോൾ മധുസൂദനൻ MLA ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു. അത് പലവട്ടം കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വരെ പറഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്നു, മുഖ്യമന്ത്രി കണ്ട് പറഞ്ഞു. ആ കുറ്റം ചൂണ്ടിക്കാട്ടിയ ആൾ പാർട്ടിക്ക് പുറത്ത്, മറ്റേയാൾ പാർട്ടിക്കുള്ളിലാണ് ഇപ്പോഴും. അതാണ്. അപ്പോൾ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ പടിക്ക് പുറത്തു നിർത്തുകയും ചെയ്യുന്നൊരു ശീലം അത് നമ്മുടെ ഈ സർക്കാരിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ അടികൊണ്ട പോലീസുകാരനെതിരെ കേസ്, മറ്റേ അടി കൊടുത്ത SFI പ്രവർത്തകരെ അവർക്ക് കേസുണ്ട്, പക്ഷെ ജാമ്യം എടുത്ത് വിട്ടയച്ചു.